സാധാരണ പൂജയിൽ നിന്ന് വ്യത്യസ്തമാണ് പൗർണമിയുടെ പൂജ. സാധാരണഗതിക്ക് നമ്മുടെ പൂജ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കും അതേപോലെ സ്ത്രീകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓം ശ്രീ മഹാദേവി നമഃ. സാധാരണ ഗതിയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന വ്രതങ്ങളിലും പൂജകളിലും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പൂജയാണ് പൗർണമി പൂജ എന്ന് പറയും. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും പൗർണമി പൂജ നടക്കുന്നുണ്ട്. പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു ചേരുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ ചന്ദ്രൻ പൂർണ്ണതയെ പ്രാപിക്കുന്നതാണ് പൗർണമി വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ പൗർണമിക്ക് നമ്മൾ പൂജ നടത്തുമ്പോൾ സാക്ഷാൽ ഭഗവതി, അതായത് ദുർഗാ ഭഗവതിയെയാണ് നമ്മൾ പൂജിക്കുക. അപ്പം എന്തുകൊണ്ടാണ് ദുർഗാ ഭഗവതിയെ പൂജിക്കുക എന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തിക്കും ഒരു ഇഷ്ടദേവനുണ്ടാകും എന്നാണ്. അപ്പം ചന്ദ്രൻ്റെ ദേവത നേരെ ദുർഗയായിട്ടാണ് നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിലെ സങ്കല്പത. എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു ദേവനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ദേവൻ ഏത് എന്ന് ചോദിച്ചാൽ മഹാദേവനാണ് സൂര്യൻ്റെ ദേവൻ. അപ്പം അതുകൊണ്ടാണ് മഹാദേവ പ്രീതികരമായിരിക്കുന്ന കാര്യങ്ങൾക്കും ഈ ഞായറാഴ്ച മഹാദേവ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാൻ കാരണം. അപ്പം മഹാദേവനാണ് സൂര്യൻ്റെ നേരെ ദേവത. അപ്പോൾ ആ ഗ്രഹങ്ങൾക്ക് ഒരു ദേവതയുണ്ട്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ ദേവതയാണ് സാക്ഷാൽ ആ ദേവതയായിട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്രൻ എന്നുള്ളതായിരിക്കുന്ന ഗ്രഹം എന്നാണ് ചന്ദ്രനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഉപഗ്രഹമാണെങ്കിലും ഗ്രഹം എന്ന് വിളിക്കും. അപ്പോൾ ചന്ദ്രൻ്റെ നേരെ ചന്ദ്രൻ എന്നുള്ള ഗ്രഹത്തിൻ്റെ ദേവത ദുർഗാ ഭഗവതിയാണ്. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് ചന്ദ്രൻ്റെ ദേവതയാണ് നമ്മൾ പൂജിക്കുന്നത്. അപ്പം അതാണ് നേരെ പൗർണമി ദിവസം നമ്മൾ ദുർഗാ പൂജ എന്ന് സങ്കല്പിക്കുന്നത്. കാരണം ചന്ദ്രന് നേരെ നിരവധി ഓരോരോ ഭാവങ്ങളുണ്ട്. അപ്പോൾ കറുത്തവാവ് ദിവസം ചന്ദ്രനെ കാണാതായിട്ട് വരും. പിന്നെ ദിവസേന കണ്ടു വന്ന് പിന്നെ പൗർണമിക്ക് പൂർണ്ണമായിട്ട് കാണും. അപ്പം അത് ചന്ദ്രന് കിട്ടിയതായിരിക്കുന്ന അനുഗ്രഹമായിട്ടാണ് സങ്കല്പിക്കുക എന്നാണ്. അപ്പോൾ അത് പുരാണകഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പുരാണകഥയിൽ ചന്ദ്രന് 27 ഭാര്യമാരുണ്ട് എന്നാണ് സങ്കല്പം. അപ്പോൾ ചന്ദ്രന് 27 ഭാര്യമാർ, 27 പേരും ദക്ഷൻ്റെ കന്യകമാരാണ്. അപ്പോൾ ദക്ഷയായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അപ്പോൾ ദക്ഷൻ്റെ പുത്രിമാർ 27 പേരാണ്. അപ്പോൾ 27 കന്യകമാർ ദക്ഷപുത്രികളെ ചന്ദ്രനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ചന്ദ്രന് ഇഷ്ടം രോഹിണിയോട് മാത്രമായിരുന്നു. രോഹിണിയാണ് ചന്ദ്രനെ കൂടുതൽ സ്നേഹിച്ചതും ചന്ദ്രന് രോഹിണിയാണ് ഇഷ്ടം. പക്ഷെ രോഹിണി ചന്ദ്രനെ വിവാഹം കഴിച്ചപ്പോൾ മറ്റ് സഹോദരിമാർ പറഞ്ഞു, ഞങ്ങൾക്കും ചന്ദ്രനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ദക്ഷൻ 27 കന്യകമാരെയും ചന്ദ്രന് വിവാഹം കഴിച്ച് കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, 27 കന്യകമാരും നിൻ്റെ ഭാര്യമാരാണ്, അവരെ ധർമ്മഭക്തിമാരായിട്ട് കണക്കാക്കണം, ഭേദവ്യത്യാസം പാടില്ല എന്ന് പറഞ്ഞു. പരസ്പരം എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണം എന്നാണ് അർത്ഥം. പക്ഷെ ചന്ദ്രൻ എന്ത് ചെയ്തു? ചന്ദ്രൻ കൂടുതൽ അടുപ്പം രോഹിണിയായിട്ട് കാണിച്ചു എന്നാണ്. രോഹിണിയും ചന്ദ്രനുമാണ് എപ്പോഴും ഒന്നിച്ച് നടക്കുക. അങ്ങനെ വന്നപ്പോൾ മറ്റ് നക്ഷത്രങ്ങൾ, ഇപ്പോൾ രേവതി അതേപോലെ കാർത്തിക, ഇവരൊക്കെ രൂക്ഷമായ ഭാവമുള്ളവരാണ്. അപ്പോൾ അവർ പിതാവിനോട് പരാതി പറഞ്ഞു. ദക്ഷൻ വീണ്ടും ശാസിച്ചു. 3-4 പ്രാവശ്യം പറഞ്ഞിട്ടും ദക്ഷൻ എന്ത് ചെയ്തു? ഈ ദക്ഷൻ ശാസിച്ചിട്ടും ചന്ദ്രൻ കേട്ടില്ല എന്നാണ്. അപ്പോൾ 27 കന്യകമാർ, 26 കന്യകമാരും അച്ഛൻ്റെ ഗൃഹത്തിൽ വന്നിങ്ങനെ സങ്കടം പറയാൻ തുടങ്ങി. അപ്പോൾ ദക്ഷൻ എന്ത് ചെയ്തു? ചന്ദ്രനെ ശപിച്ചു എന്നാണ്. നീ വീണു പോകട്ടെ എന്നാണ്. അതായത് നിൻ്റെ പ്രഭ ഇല്ലാതായിട്ട് തീരട്ടെ. ചന്ദ്രൻ നല്ല പ്രഭയായതുകൊണ്ടാണ് എല്ലാവർക്കും ചന്ദ്രൻ ഇഷ്ടം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ചന്ദ്രൻ്റെ പ്രഭ പോയിട്ട് ചന്ദ്രൻ നേരെ താഴത്തേക്ക് വീണു. അപ്പോൾ ചന്ദ്രൻ വീണ് കഴിഞ്ഞപ്പോൾ ആ ചന്ദ്രനെ ഉദ്ധരിക്കണം.
അല്ലെങ്കിൽ എന്താണ്, ചന്ദ്രൻ താഴ്ത്തു വീണ് കഴിയുമ്പോൾ ചന്ദ്രനാണ് മനസ്സിൻ്റെ ദേവത എന്നാണ്. അപ്പം എല്ലാവർക്കും മൗഢ്യം വരുന്നതാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണ്, ആത്മാവിൻ്റെ മനസ്സിൻ്റെ ദേവതയാണ്. അതേപോലെ മാതൃദേവതയാണ്, മാതാവിൻ്റെ ഭക്ഷണക്കാർ ചന്ദ്രനാണ് കണക്കാക്കുക. അതേപോലെ തന്നെ ജലത്തിൻ്റെ അതിദേവതയാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ ഉദയം നോക്കിയിട്ടാണ്, ചന്ദ്രോദയം നോക്കിയിട്ടാണ് നേരെ സാധാരണ നമ്മൾ ഇത് കണക്കാക്കുന്നത്. അതായത് ഈ വേലിയേറ്റം വേലിയിറക്കം ചന്ദ്രോദയത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ജലത്തിൻ്റെതാണ്. അപ്പോൾ അതേപോലെ തന്നെ ചന്ദ്രനാണ് ഔഷധത്തിൻ്റെ കാരകനാണ്, ഔഷധകാരകൻ ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനാണ് നമുക്ക് ഔഷധം, നമ്മുടെ പണ്ട് കാലത്തുള്ള ആയുർവേദ ഔഷധങ്ങൾ കഷായാദികളൊക്കെ തന്നെ നമ്മൾ സേവിക്കുമ്പോൾ വെളുത്ത പക്ഷത്തിലേ സേവിക്കുള്ളൂ. അപ്പോൾ ചന്ദ്രനാണ് നമ്മുടെ ഔഷധത്തെ നേരെ ശരീരത്തിൽ കൊണ്ടുപോകുന്നത്, ഔഷധകാരകൻ ചന്ദ്രനാണ്. അപ്പം അതുകൊണ്ട് ആളുകൾക്ക് രോഗം മാറാതെയായി, ജലത്തിന് നേരെ വേണ്ടതായ തെളിച്ചം ഉണ്ടായാതെ, വേലിയേറ്റം വേലിയിറക്കമില്ലാതായി, എല്ലാവർക്കും നേരെ മനസ്സിന് സന്തുഷ്ടി ഇല്ലാതെയായി, മാനസികമായിരിക്കുന്ന മൗഢ്യം വന്നതാണ്. അപ്പം അതിന് പരിഹാരമായിട്ട് എന്ത് വേണം? പരിഹാരമായിട്ട് ഇപ്പോൾ പറഞ്ഞു, ചന്ദ്രൻ്റെ ദക്ഷൻ്റെ ശാപം മാറ്റണം. അപ്പോൾ ദക്ഷൻ്റെ ശാപം മാറ്റാൻ എന്ത് വേണം? ദക്ഷന് സാധിക്കില്ല. അപ്പോൾ ചന്ദ്രനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, നീ നേരെ മഹാദേവനെ ആരാധിക്കണം എന്നാണ്. അപ്പം നേരെ ചന്ദ്രൻ ആരാധിച്ചത് നേരെ പാർവതീ സമേതനായിരിക്കുന്ന മഹാദേവനെ ആരാധിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാന്റെ കൂടെ പാർവതിയുണ്ട്. അപ്പോൾ പാർവതി സമേതനായിരിക്കുന്ന ആ ശിവനെ അങ്ങ് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ശിവന് നേരെ ചന്ദ്രൻ്റെ പ്രവൃത്തിയിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാർവതിക്ക് ചന്ദ്രനോട് പ്രിയമായിരുന്നു. ചന്ദ്രന് ദുർഗയെയും വളരെ ഇഷ്ടമാണ്, ദുർഗ എന്ന് വെച്ചാൽ പാർവതി. അപ്പോൾ ചന്ദ്രൻ്റെ ആ വ്രതത്തിൽ, ചന്ദ്രനടുത്തതായിരിക്കുന്ന പ്രാർത്ഥനയിൽ ആ ചന്ദ്രൻ വ്രതം എടുത്തു. അപ്പോൾ ആ സമയത്ത് ദേവി പ്രസന്നയായിട്ട് തീർന്നു. അപ്പോൾ ദേവി മഹാദേവനോട് പറഞ്ഞു, ചന്ദ്രനെ ഉണർത്തണം എന്നിങ്ങോട്ട് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ആ ദേവി, സാക്ഷാൽ പാർവതീ ദേവി നേരെ പറഞ്ഞപ്പോൾ മഹാദേവൻ ചന്ദ്രൻ്റെ ശാപം പിൻവലിക്കാൻ സാധിക്കില്ല. കാരണം ചന്ദ്രൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം എല്ലാ ഭാര്യമാരോടും ഒരേപോലെ പെരുമാറിയാൻ എന്ന് അതിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ആ പക്ഷഭേദം കാണിച്ചു. അതുകൊണ്ട് നിനക്ക് 2 പക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവൻ കൽപ്പിച്ചു. അപ്പോൾ കറുത്ത പക്ഷത്തിൽ ചന്ദ്രൻ നേരെ ഇങ്ങനെ ക്ഷയിച്ചില്ലാതെയായിട്ട് തീരും. അപ്പോൾ വെളുത്ത പക്ഷത്തിൽ പാർവതി പറഞ്ഞു, വെളുത്ത പക്ഷത്തിൽ നീ ഉയർന്നു വരും. പൂർണ്ണമായിരിക്കുന്ന ആ പൗർണമിയിൽ 15ാമത്തെ ദിവസം ആ പൂർണ്ണമിക്ക് നിന്നെ എല്ലാവരും നേരെ ആരാധിക്കും, നിന്നിലൂടെ എന്നെ ആരാധിക്കും എന്നാണ്. അപ്പോൾ ചന്ദ്രനെ നിമിത്തമാക്കിക്കൊണ്ട് എന്നെ ആരാധിക്കും, അപ്പോൾ ആ ഐശ്വര്യങ്ങളൊക്കെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് പൗർണമിക്ക് ചന്ദ്രന് പ്രഭ കൂടാനും കാരണം. എല്ലാവരും ചന്ദ്രനെ ചന്ദ്രനെ നേരെ ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നേരെ ദേവി ആരാധിക്കാനും തുടങ്ങി. അപ്പം അതാണ് ഈ പൗർണമി പൂജ എന്ന് പറഞ്ഞാൽ ദേവീ പൂജയാണ്. ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നേരെ പൂർണ്ണമായിരിക്കുന്ന ഫലങ്ങൾ കിട്ടും. അപ്പം അതുകൊണ്ട് നേരെ മഹാദേവൻ അപ്പം ആ സമയത്ത് പറഞ്ഞു, രണ്ടും വന്നാലും 2 പക്ഷത്തിലും ചന്ദ്രന് നേരെ പ്രാധാന്യം ഉണ്ടാവും. മഹാദേവൻ പറഞ്ഞു, ഈ കറുത്ത പക്ഷം വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്തോളൂ, കറുത്ത പക്ഷം വന്നു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് ഗുണം ചെയ്യും എന്നാണ്. അപ്പോൾ ചന്ദ്രൻ പിതൃക്കൾക്ക് ഗുണം ചെയ്യും കറുത്ത പക്ഷത്തിൽ, വെളുത്ത പക്ഷത്തിൽ ദേവന്മാർക്ക് ഗുണം ചെയ്യും. അപ്പോൾ 2 പക്ഷമായാലും ചന്ദ്രനെ ഉപാസിക്കുമ്പോൾ, അതുകൊണ്ടാണ് കറുത്ത പക്ഷത്തിൽ നേരെ പിതൃകർമ്മങ്ങളാണ് നടക്കുക, വെളുത്ത പക്ഷത്തിൽ ദേവകർമ്മങ്ങൾ നടക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കറുത്ത പക്ഷത്തിൽ നമ്മൾ ദേവപൂജ ഒന്നും ചെയ്യാത്തത്. കറുത്ത പക്ഷത്തിൽ പിതൃക്കൾക്ക് പ്രാധാന്യം, വെളുത്ത പക്ഷത്തിൽ ദേവന്മാർക്ക് പ്രാധാന്യം. പ്രത്യേകിച്ച് പൗർണമിക്ക് ദേവിക്ക് പ്രാധാന്യം കൂടി. അപ്പോൾ ദേവി ചന്ദ്രനിൽ പ്രസാദിച്ച ദിവസമാണെന്നാണ്. അപ്പോൾ ചന്ദ്രനിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ മാംഗല്യകാരകനാണ്, അതേപോലെ സൗഭാഗ്യ ദാമ്പത്യം ഉണ്ടാക്കുന്നവനാണ്, അതേപോലെ ഐശ്വര്യമുണ്ടാക്കുന്നവനാണ്. അപ്പം അങ്ങനെ ചന്ദ്രന് കൊടുത്ത എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ആ പൗർണമിക്ക് ദേവിയെ പൂജിക്കുമ്പോൾ ദേവിയുടെ സമീപത്ത് മഹാദേവനുണ്ടാവും. അപ്പോൾ പാർവതീ പരമേശ്വരന്മാർ ഒരുമിച്ച് പൂജിക്കുന്ന ഫലം കിട്ടും. അപ്പം അതുകൊണ്ടാണ് മാംഗല്യം ഉണ്ടാകുന്നതിനും അതേപോലെ ഐശ്വര്യം ഉണ്ടാകുന്നതിനും
മനസ്സിൻ്റെ സന്തോഷത്തിനും നേരെ പൗർണമി പൂജ നടത്തണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ പൗർണമി പൂജ പ്രത്യേകിച്ച് പറയാൻ കാരണം അത് എന്തിനാണ് നടത്തുക എന്ന് ചോദിച്ചാൽ, ആളുകൾക്ക് നേരെ പലപ്പോഴും മാനസികമായിരിക്കുന്ന വൈഷമ്യം ഉണ്ടാകുന്നതാണ്. അതായത് മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്ക് മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാകും. ഇപ്പം മന്ദബുദ്ധി എന്നൊക്കെ പറയാം. മന്ദബുദ്ധി അല്ലെങ്കിൽ നേരെ വളർച്ച ഉണ്ടെങ്കിൽ പോലും എപ്പോഴും വിഷാദ രോഗികളുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെ ഒരു രോഗമുണ്ട്, വിഷാദ രോഗം എന്നാണ് പറയുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മൂടിയായിട്ടിരിക്കുക, ആരോടും മിണ്ടില്ല, സംസാരിക്കില്ല, ഉത്സാഹക്കുറവ്. അപ്പോൾ അതെല്ലാം ഒരു രോഗമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അത് ആ സമയത്താണ് വിഷാദ രോഗം എന്നാണ് പറയാൻ. അപ്പോൾ ആ മൂടിയായിട്ടിരിക്കുന്ന വിഷാദ രോഗം വരുമ്പോൾ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല എന്നാണ്. ഒരു മരുന്ന് കഴിച്ചിട്ടും കാര്യം, ആയുർവേദം കഴിച്ചിട്ടും അലോപ്പതി കഴിച്ചാലും കാര്യമില്ല. വിഷാദ രോഗത്തിന് മരുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതും, കൗൺസിലിംഗ് ഒക്കെ നടത്തും. അതേപോലെ ആഹ്ലാദപരമായിരിക്കണം അന്തരീക്ഷത്തിൽ കൊണ്ടുപോകും, കുട്ടികളാണെങ്കിലും എല്ലാം തന്നെ. പക്ഷേ വിഷാദ രോഗത്തിനുള്ളതായിരിക്കണം ഒരേ ഒരു ചികിത്സ എന്താണ്? പൗർണമി പൂജ നടത്തുക എന്നുള്ളതാണ്. പൗർണമി പൂജ നടത്തിക്കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ആ പൂർണ്ണചന്ദ്രനെ പോലെ നമ്മുടെ മനസ്സ്, കാരണം മനസ്സിൻ്റെ അതിദേവനാണ് ചന്ദ്രൻ, അതുകൊണ്ട് പൂർണ്ണചന്ദ്രനെ പോലെ മനസ്സങ്ങോട്ട് വികസിക്കും. അപ്പോൾ മനസ്സിലെ വിഷാദ രോഗം മാറും എന്നാണ്. അതേപോലെ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കുന്ന വാതസംബന്ധിയായിരിക്കുന്ന രോഗങ്ങൾ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ജലസംബന്ധിയായിരിക്കുന്ന അസുഖങ്ങൾ വരും. അപ്പോൾ ജലസംബന്ധിയായിരിക്കുന്ന അസുഖങ്ങളാണ് ജലം നിമിത്തമുണ്ടാകുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ അത് നേരെ ശരീരത്തിൽ ഇങ്ങനെ നീർക്കെട്ടുകൾ വരിക, അതൊക്കെ സാധാരണ അസുഖങ്ങളാണ്. വാതരോഗത്തിലാണ് നേരെ സാധാരണ വാതരോഗം വരുന്ന സമയത്ത് കൈകാലുകൾക്ക് തരിപ്പുണ്ടാവും. അപ്പോൾ അതേപോലെ ജലം വന്ന് കെട്ടിക്കിടക്കുമ്പോഴാണ് നീർക്കെട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പല കോംപ്ലിക്കേഷൻസിലായിട്ട് വരുന്ന സമയത്താണ് നേരെ ഈ ഫാറ്റി ലിവർ അങ്ങനെയുള്ളതായിരിക്കുന്ന അസുഖങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നേരെ ഇങ്ങനെ ജലം കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ശ്വാസകോശങ്ങളിലൊക്കെ തന്നെ ലങ്സിലൊക്കെ തന്നെ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ അത് പ്ലൂരസി എന്നൊക്കെ ശാസ്ത്രം പറയും. അതിൽ ഡ്രൈ പ്ലൂരസി ഉണ്ട്, വെറ്റ് പ്ലൂരസി ഉണ്ട്. അപ്പോൾ അതിൽ ജലം നേരെ നമ്മുടെ ശ്വാസകോശങ്ങളിൽ അറകളിൽ വന്നറിയും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ജലസംബന്ധിയായ രോഗങ്ങൾക്ക് മരുന്ന് വളരെ പ്രയാസമാണ്. അപ്പോൾ പ്ലൂരസിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സ വളരെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അതിന് നേരെ ആചാര്യന്മാർ വിധിച്ചെന്നാണ്, ജലത്തിൻ്റെ അതിദേവതയാണ്, അതേപോലെ മനസ്സിൻ്റെ അതിദേവതയാണ്. അപ്പോൾ അതുകൊണ്ട് പൗർണമിക്ക് നേരെ പൂജ ചെയ്തു കഴിഞ്ഞാൽ ദേവി പ്രസാദിക്കും. ചന്ദ്രൻ നേരെ വികസിച്ച് നിൽക്കുന്ന സമയം മനസ്സ് സന്തോഷിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജലത്തിൻ്റെ ആ അവസ്ഥ ലെവല് അത് വേണ്ട പോലെയാകും, അത് അധികരിക്കില്ല. ശരീരത്തിലെ ഏത് ഔഷധങ്ങളും, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശമാണ് കൂടുതൽ, അത് അതിൻ്റെ ആ കൃത്യമായിരിക്കുന്ന അംശത്തെ പ്രാപിക്കും എന്നാണ് പൗർണമി പൂജയുടെ ഫലമായിട്ട് പറയും. അപ്പോൾ വിഷാദ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ്. അപ്പോൾ നേരെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന കാര്യതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങളുടെ തടസ്സം അപ്പോൾ ഉണ്ടെങ്കിൽ നേരെ പൗർണമി പൂജ ചെയ്തു കഴിഞ്ഞാൽ മതി എന്ന് നേരെ സാധാരണഗതിയിൽ പറയും. പൗർണമി പൂജ ചെയ്തു കഴിഞ്ഞാൽ ദേവിയും പ്രസാദിക്കും, മഹാദേവനും പ്രസാദിക്കും. അപ്പോൾ ചന്ദ്രൻ പ്രസാദിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും നേരെ ഉണ്ടാകും. അപ്പോൾ അതാണ് പൗർണമി പൂജ നമ്മൾ ആചാരപൂർവ്വം നടത്തുന്നത്. അപ്പോൾ പൗർണമി പൂജയുടെ പ്രത്യേകത എന്താണ്? സാധാരണ പൂജയിൽ നിന്ന് വ്യത്യസ്തമാണ് പൗർണമിയുടെ പൂജ. സാധാരണഗതിക്ക് നമ്മൾ പൂജ ചെയ്യുമ്പോൾ രാവിലെ ചെയ്യുന്നതായിരിക്കുന്ന പൂജ നേരെ കിഴക്കോട്ട് നോക്കിയിട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ രാവിലെ ഒരു ഗണപതി ഹോമം ചെയ്യുമ്പോൾ, രാവിലെ തന്നെ നടത്തുന്നതായിരിക്കുന്ന ഏതെങ്കിലും ഒരു പൂജ ചെയ്യുമ്പോൾ നേരെ പൂജകൻ കിഴക്കോട്ട് നോക്കിയിട്ട്, സൂര്യനാണല്ലോ, സൂര്യൻ അഭിമുഖമായിട്ടാണ് പൂജിക്കുക. കിഴക്കോട്ട് നോക്കിയിട്ടാണ് രാവിലത്തെ പൂജകൾ. വൈകുന്നേരം ഭഗവത് സേവ നടത്തുന്നതും പടിഞ്ഞാറ് നോക്കിയിട്ടാണ് പൂജകൻ ഇരിക്കുക. കാരണം അസ്തമയ രാശി അവിടെയാണ്, പടിഞ്ഞാറ് നോക്കി പൂജിക്കും. അപ്പോൾ രാവിലത്തെ പൂജ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാറ് നോക്കിയും ആണ് പൂജകളൊക്കെ നടത്തുക. പക്ഷെ പൗർണമിക്ക് കിഴക്കോട്ട് നോക്കി തന്നെ പൂജിക്കണം എന്നാണ് വിധി. സന്ധ്യയായാലും പൗർണമി പൂജ അസ്തമയ ശേഷമാണ് തുടങ്ങുക. അപ്പോൾ നേരെ സൂര്യാസ്തമയം കഴിയുമ്പോഴാണ് ചന്ദ്രോദയം ഉണ്ടാവുക. അപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞ് ചന്ദ്രോദയ സമയത്താണ് പൗർണമി പൂജ നടത്തുക. പൗർണമിക്ക് ചന്ദ്രൻ ഇങ്ങനെ കിഴക്ക് ദിക്കിലിങ്ങനെ ഉദിച്ചു ചേരും.
ആ കിഴക്ക് ദിക്കിൽ ചന്ദ്രൻ ഉദിച്ച് പൂർണ്ണചന്ദ്രൻ ഉദിച്ച് വരുന്ന സമയത്താണ് പൂജയുടെ മംഗളാരതി ചെയ്യേണ്ടതാണ്. അതിനു മുമ്പ് നേരെ ദുർഗാ സപ്തശതി, അതായത് ദേവി മാഹാത്മ്യത്തിലെ 11 അധ്യായം ലളിതാ സഹസ്രനാമം ജപിച്ച് കഴിഞ്ഞിട്ട് പൂജ എല്ലാം കഴിഞ്ഞിട്ട് ആരതി ചെയ്യുമ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് സൂര്യാസ്തമയത്തിന് ശേഷം ഏതാനും നാഴി കഴിയുമ്പോഴാണ് പൂർണ്ണചന്ദ്രോദയം ഉണ്ടായിട്ട് വരിക. അപ്പോൾ അപ്പോഴാണ് സമാപ്തി ഉണ്ടാവുക എന്നാണ്. അതാണ് കിഴക്കോട്ട് നോക്കി ചന്ദ്രനെ ആരാധിക്കുന്നതാണ്. അപ്പോൾ ചന്ദ്രനെ ആരാധിക്കുമ്പോൾ ചന്ദ്രമണ്ഡലത്തിൽ എപ്പോഴും വിരാജിക്കുന്നത് ദുർഗയാണ്. അപ്പോൾ ആ ദുർഗയുടെ ആരാധനയും കൂടിയായി. ദുർഗ എവിടെയുണ്ടോ അവിടെ തൊട്ടടുത്ത് തന്നെ സാക്ഷാൽ മഹാദേവനും ഉണ്ടാവും. അപ്പോൾ മഹാദേവനും മഹാദേവിയും ഒരേപോലെ പ്രസംഗിക്കും. പിന്നെ മനസ്സിൻ്റെ അതിദേവതയായിരിക്കുന്ന ചന്ദ്രനും നമ്മളെ ആരാധിക്കും. അപ്പോൾ ചന്ദ്രനും പ്രസാദിക്കും. അതാണ് പൗർണമി പൂജ എന്ന് പറയാൻ കാരണം. അപ്പോൾ പൗർണമി പൂജയ്ക്ക് വ്രതം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? തലേ ദിവസം നമ്മൾ ഒരിക്കലും എടുക്കണം എന്നാണ്. അപ്പോൾ ചതുർദശി കഴിഞ്ഞാൽ നേരെ ചതുർദശിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ രാത്രി ഒന്നും കഴിക്കാൻ പാടില്ല. അല്പാഹാരം കഴിക്കാം, ഒരു പഴമോ അല്ലെങ്കിൽ പാലോ ഒക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം പൗർണമിക്ക് അന്ന് രാവിലെ മുതൽ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ആ സമയത്താണ് നമ്മൾ ദേവീ മാഹാത്മ്യം, അതേപോലെ ദേവീ സംബന്ധമായിരിക്കുന്ന കൃതികൾ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ പാരായണം ചെയ്യുക. വൈകുന്നേരം നേരെ സഹസ്രനാമ ചൊല്ലി അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ദുർഗാ സപ്തശതിയിലെ 11 അധ്യായം മാത്രം വായിച്ചാലും വിരോധമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പൂജ കഴിഞ്ഞിട്ട് പ്രസാദം സ്വീകരിച്ചിട്ട് പൗർണമി വ്രതം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗർണമി വ്രതം എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പലർക്കും ഈ പൗർണമിക്ക് ഇതേപോലെയുള്ള വ്രതം എടുത്തതിൻ്റെ ഫലമായിട്ട് ഈ പഠിക്കാൻ നേരെ മിടുക്കന്മാരല്ലാത്തതാണ്. മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ പഠിച്ചാൽ തലേ കയറില്ല, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പാസ്സാകുമെന്നുള്ള ഭയം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 3 പൗർണമി പൂജ വ്രതത്തോടു കൂടിയിട്ട് നടത്തി കഴിഞ്ഞാൽ അത് ഫലം ഉണ്ടാവും, നല്ല മാർക്കോടി പാസ്സാകും. അപ്പോൾ വിദ്യയുടെ ദേവതയും കൂടിയിട്ടാണ്, വിദ്യയുടെ കാരകനാണ് ചന്ദ്രൻ. ആ ദേവിയും ദുർഗ വിദ്യയുടെ കാരകനാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കും അതേപോലെ സ്ത്രീകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പൗർണമി പൂജ. അതാണ് വ്രതത്തോടു കൂടി പൂജിക്കണം. അപ്പോൾ ഒരു പൗർണമി പൂജ കൊണ്ട് നിർത്തരുത് എന്നാണ്. പൗർണമി പൂജ ചുരുങ്ങിയത് 3 പൗർണമിയെങ്കിലും പൂജിക്കണം. 3-ൽ കൂടുതൽ ചെയ്യാം, പക്ഷേ ഒരു 3 പൗർണമിയെങ്കിലും പൂജിക്കണം. ആ പൗർണമി പൂജ നമുക്ക് നടത്താൻ സാധിക്കാം, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പങ്കെടുത്തിട്ട് ആ ആരതി ചെയ്യണ സമയത്ത് ചന്ദ്രനെ നോക്കിയിട്ട് നമ്മൾ തൊഴണം. കിഴക്കോട്ട് നോക്കി ചന്ദ്രനെ ആരാധിച്ച് തൊഴണം. അതാണ് അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം. അപ്പോൾ പൗർണമി പൂജയാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദേവീ പൂജയാണ്, അതേപോലെ തന്നെ ശിവപൂജയുമാണ്. അപ്പോൾ ശിവനും പാർവതിയുടെയും അതേപോലെ ഗ്രഹങ്ങളുമെല്ലാം സന്തോഷിക്കുന്ന പൂജയാണ് ഈ നേരെ പൗർണമി പൂജ എന്ന് പറയുന്നത്. അതാണ് പൗർണമി പൂജയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.